ഹായ് ഗൈസ്, ഒരിക്കൽ കൂടി സ്പീഡ് മാത്സ് വിദ്യയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ക്ലോക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. സാധാരണ ഏത് മത്സര പരീക്ഷകൾക്കും ചോദിക്കുന്ന ഒരു ഭാഗമാണ് മാത്സിൽ അല്ലെങ്കിൽ റീസണിംഗിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ക്ലോക്ക്. ഇതിൽ നിന്നും വരുന്ന ഒരു ചോദ്യത്തിന്റെ മാർക്ക് എങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും? ഇത്രയേ ഉള്ളൂ. 5 തരം ചോദ്യങ്ങളാണ് സാധാരണ സാധ്യതാ ലിസ്റ്റില് ക്ലോക്കുമായി ബന്ധപ്പെട്ട് സാധ്യതാ ലിസ്റ്റിൽ 5 തരം ചോദ്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, മിറർ ഇമേജ് കാണാനാണ്. ഒരു ക്ലോക്കിലെ സമയം തന്നിട്ടത് കണ്ണാടിയിൽ കാണുമ്പോൾ എന്തായിട്ടാണ് കാണുക, അല്ലെങ്കിൽ കണ്ണാടിയിൽ ഒരു സമയം ഇങ്ങനെ കണ്ടു എങ്കിൽ അതിന്റെ യഥാർത്ഥ സമയം എന്തായിരിക്കും? അതാണ് ഒരു ടൈപ്പ്. രണ്ടാമത്തെ ടൈപ്പ്, ഒരു സമയം തന്നിട്ട് 10:50, 2:55, 2:36, 2:43 ആ സമയത്ത് അതിന്റെ ചെറിയ സൂചിയും വലിയ സൂചിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഡിഫറൻസ് എത്ര ഡിഗ്രി ആയിരിക്കും? ഇതാണ് രണ്ടാമത്തെ ടൈപ്പിലുള്ള ചോദ്യം. മൂന്നാമത്തെ ടൈപ്പ്, 2 മണിക്കൂറുകൾക്കിടയിൽ, ഉദാഹരണം 2 മണിക്കും 3 മണിക്കും, അല്ലെങ്കിൽ 3 മണിക്കും 4 മണിക്കും, അല്ലെങ്കിൽ 4 മണിക്കും 5 മണിക്കും ഇടയിൽ ചെറിയ സൂചിയും വലിയ സൂചിയും ഒരുമിച്ച് വരുന്ന കോയിൻസൈഡ് ചെയ്യുന്ന ടൈം ഏതാണ്? ഇതാണ് മൂന്നാമത്തെ ടൈപ്പ്. ഇതേ കാര്യം തന്നെയാണ് നാലാമത്തെ ടൈം. ചെറിയൊരു മാറ്റമേ ഉള്ളൂ. 2 മണിക്കും 3 മണിക്കും അല്ലെങ്കിൽ 3 മണിക്കും 4 മണിക്കും ഇടയിൽ 2 സൂചികളും വിപരീതം വരുന്നത് ഏത് സമയത്താണ്? അഞ്ചാമത്തെ ടൈപ്പ് ഇതാണ്. 2 സമയങ്ങൾക്കിടയിൽ ചെറിയ സൂചിയും വലിയ സൂചിയും ലംബമാകുന്നത് ഏതെല്ലാം സമയത്താണ്? പരസ്പരം പെർപെൻഡിക്കുലർ ആകുന്ന ഏത് സമയത്താണ്? നമുക്ക് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നതില്ല. 2 ടൈപ്പാണ്. ബാക്കി 3 ടൈപ്പും നമ്മൾ രണ്ടാമത്തെ പാർട്ടായിട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിന്റെ മിറർ ഇമേജ് എങ്ങനെ കാണും, അതുപോലെ തന്നെ ആംഗിൾ ഡിഫറൻസ് എങ്ങനെ കാണും. ഇത്രയേ ഉള്ളൂ. ഏതൊരു സമയത്തിന്റെയും മിറർ ഇമേജ് കാണാൻ, ഏതൊരു സമയത്തിന്റെയും കണ്ണാടിയിലെ പ്രതിബിംബം കാണുവാൻ അതിനെ 11.60 മൈനസ് ചെയ്താൽ മാത്രം മതി. ഏതു സമയമായാലും അതിന്റെ കണ്ണാടിയിലെ പ്രതിബിംബം കാണുവാൻ അതിനെ 11.60 നിന്ന് കുറയ്ക്കണം. അങ്ങനെ വരുമ്പോൾ ഉദാഹരണം ഇപ്പൊ 6:20 കണ്ണാടിയിൽ കാണുമ്പോൾ എന്തായിട്ട് കാണാം അല്ലെ? 6:20 എന്താ ചെയ്യാം? ഈ 6:20 11.60 മൈനസ് ചെയ്യാം അല്ലെ? 60 - 20 എന്താ? 40. 11 - 6 5. സോ 6:20 കണ്ണാടിയിൽ കാണുമ്പോൾ 5:40 ആയിട്ടാണ് കാണുക. 7:23 എന്തായിരിക്കും? 7:23 അല്ലെ? എന്താ വരിക? 11:60 മൈനസ് 7:23. 60 - 23 എന്താ അല്ലെ? 37. 11 - 7 4. സോ എന്തായിട്ടാ കാണാം? 4:37. ഒന്നുകൂടി നോക്കാം. ഇപ്പോ സമയം 11:22. ഇത് കണ്ണാടിയിൽ കാണുമ്പോൾ 11:22 എന്തായിട്ടാണ് കാണുക? എന്താ ചെയ്യാ? 11:60 മൈനസ് 11:22 അല്ലെ? 60 - 22 എന്താ? 38. ഇനി 11 - 11 0. സോ 00:38 എന്ന് പറഞ്ഞാൽ നമ്പർ ക്ലോക്കിൽ 00 എന്താ? 12 എന്ന സമയം അല്ലെ? 00:00 എന്ന് പറഞ്ഞാൽ 12 മണിയല്ലേ നമ്പർ ക്ലോക്കിൽ? ഇപ്പൊ 00:38 എന്താ? 12:38. നോക്കാം. ഇപ്പോ 11:20 എന്താ ചെയ്യാം? 11:60 മൈനസ് 11:20. 60 - 20 എന്താ? 40 അല്ലെ? അഗൈൻ 11 - 11 00:40. സോ 11:20ന്റെ മിറർ ഇമേജ് എന്തായിരിക്കും? 12:40 ആയിരിക്കും. തിരിച്ചും അങ്ങനെ തന്നെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 12:34 കാണാൻ പറയാം. എന്താ ചെയ്യാം? 11:60 മൈനസ് 12:34 എങ്ങനെ എഴുതിയാൽ മതി? 0034 എന്ന് എഴുതുക അല്ലെ? 60 - 34 എന്താ? 26. അഗൈൻ 11 - 0 11. സോ 12:34 കണ്ണാടിയിൽ കാണുമ്പോൾ എന്തായിട്ടാ കാണാം? 11:26. ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇനി രണ്ടാമത്തെ ഭാഗം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു സമയത്തിന്റെ ഈ പറഞ്ഞ ഏത് സമയമാണെങ്കിലും ഇതിലുള്ള മിറർ ഇമേജ് നമ്മൾ കണ്ടു. ഇനി ഇതിലുള്ള ആ ആംഗിൾ ഡിഫറൻസ്, ഈ പറയുന്ന സമയത്ത് അതിന്റെ ചെറിയ സൂചിയും വലിയ സൂചിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഡിഫറൻസ് കാണാനുള്ള പരിപാടിയാ. ഒന്ന് നോക്കാം. ശ്രദ്ധിക്കുക. ഇപ്പോ ഒരു ക്ലോക്കിന്റെ ടോട്ടൽ ആംഗിൾ എത്രയാണ്? ഒരു ക്ലോക്കിന്റെ മൊത്തം ഡിഗ്രി, ഒരു റൗണ്ട് അല്ലേ ക്ലോക്ക് അല്ലെ? ഒരു റൗണ്ടിന്റെ ടോട്ടൽ ഡിഗ്രി എത്ര? 360 ഡിഗ്രി ആണ്. ഒരു റൗണ്ടിന്റെ ടോട്ടൽ ഡിഗ്രി 360 ഡിഗ്രി ആണ് അല്ലെ?
ഇനി ഇതില് 12 ഡിസ്റ്റിങ്ക്ട് പോയിന്റ്സ് അല്ലേ ഉള്ളത്, 12 അക്കങ്ങൾ വരെ, 1 2 3 4 5 6 12 അക്കങ്ങൾ വരെ എന്ന് പറയുമ്പോൾ 12 ഡിസ്റ്റിങ്ക്ട് പോയിന്റ്സ് ഉണ്ട്. ടോട്ടല് 360 ഡിഗ്രി ആണ്. അതിൽ ഈ 12 പോയിന്റ്സും ഈക്വൽ വിഡ്ത്തിലാണ് കിടക്കുന്ന പറയുമ്പോൾ ഓരോ വിഡ്ത്തിന്റെയും, അതായത് ഓരോ ഗ്യാപ്പിന്റെയും ഇടയിൽ എത്ര ഡിഗ്രി ആയിരിക്കും? 360 12 കൊണ്ട് ഹരിച്ചാൽ എന്താ? അത്രയും ഡിഗ്രി ആയിരിക്കും അല്ലെ. 360/12 എന്താ? 30 ഡിഗ്രി എന്ന് വെച്ചാൽ അഡ്ജസന്റ് ആയി കിടക്കുന്ന ഓരോ നമ്പറിന്റെ ഇടയിലും ഓരോ യൂണിറ്റിലും 30 ഡിഗ്രി ആയിരിക്കും. വെച്ചാൽ 1ന്റെയും 2ന്റെയും ഇടയിൽ 30 ഡിഗ്രി, 2ന്റെയും 3ന്റെയും ഇടയിൽ 30 ഡിഗ്രി, 3ന്റെയും 4ന്റെയും ഇടയിൽ 30 ഡിഗ്രി. അപ്പൊ ഓരോന്നും 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 3 മണി സമയം അല്ലെ. 3 മണി പറഞ്ഞാൽ എന്താ? ചെറിയ സൂചി 3ല്, 3 മണി എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇതാണ് അവസ്ഥ അല്ലെ. ചെറിയ സൂചി 3ല്, വലിയ സൂചി 12ല്. ഇതിന്റെ എത്ര യൂണിറ്റ് മാറ്റമുണ്ട്? 1 2 3 3 യൂണിറ്റ് മാറ്റാം എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ടോട്ടൽ എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി. ഇപ്പൊ 4 മണി എന്ന് പറഞ്ഞാലോ എങ്ങനെ? ഇതേപോലെ തന്നെ 30 60 90 120 അല്ലെ. 5 മണിയാണെങ്കിലോ 150, 6 മണിയാണെങ്കിലോ 6 30 180. ക്ലിയർ ആണോ? അപ്പോൾ കൃത്യമായ മണിക്കൂറുകളാണെങ്കിൽ അത് ഇൻറ്റു 30 ചെയ്താൽ ആൻസർ ആയി. എന്നുവെച്ചാൽ 6 മണിയാണെങ്കിൽ 6 × 30 180, 5 മണിയാണെങ്കിൽ 5 × 30 150, 4 മണിയാണെങ്കിൽ 4 × 30 120 അല്ലെ. ഇനി 6 മണി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ 7 മണി എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്രകാരം കിട്ടുക 210 ഡിഗ്രിയാണ്. ഏതൊരു ആംഗിളിനും അതിന്റെ കോംപ്ലിമെന്ററി ആംഗിൾ ഉണ്ട് അല്ലെ. ഏതൊരു കോണിനും മറുകോണുണ്ട്. ഇവിടെ ഈ ആംഗിളും അതിന്റെ കോംപ്ലിമെന്റും കൂടി കൂട്ടിയാൽ നമുക്ക് ടോട്ടൽ 360 ഡിഗ്രിയാണ് കിട്ടുക. അപ്പൊ ഇവിടെ 210 ആണെങ്കിൽ അതിന്റെ കോംപ്ലിമെന്റ് എന്തായിരിക്കുക? 360 - 210 150 ഡിഗ്രി. സോ ഈ കേസിൽ അതായത് നമ്മൾ ഇങ്ങനെ ക്ലോക്കിന് പ്രോബ്ലം ചെയ്യുന്ന കേസിൽ ആംഗിൾ എന്ന് പറയുന്ന ഭാഗത്ത് എടുക്കേണ്ടത് അതിന്റെ ഷോർട്ടസ്റ്റ് ആംഗിൾ എടുക്കേണ്ടത്. ഒരു ഭാഗത്ത് 210 കൊണ്ട് തന്നെ മറുകോണ് 150 ആണെങ്കിൽ അതിൽ ചെറിയ കോണ് 150 അല്ലേ, അത് വേണം എടുക്കാം. എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആംഗിൾ 180 ഡിഗ്രിയുടെ മുകളിലാണെങ്കിൽ നമ്മൾ അതിന്റെ മറുപുറം എടുക്കണം. എന്ന് പറഞ്ഞാൽ കിട്ടിയതിനെ 360 മൈനസ് ചെയ്തത് എടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ 9 മണി പറഞ്ഞാൽ 9 30 270 ഡിഗ്രി അല്ലേ. 270 എന്ന് പറഞ്ഞാൽ അത് 180 മുകളിലാണ്. അപ്പൊ എന്ത് ചെയ്യണം? 270 അതിന് 360 മൈനസ് ചെയ്ത ആ കോംപ്ലിമെന്ററി ആംഗിൾ, അതായത് 90 ഡിഗ്രിയാണ് അതിന്റെ ആംഗിൾ. ഇനി കൃത്യമായ മണിക്കൂറുകൾ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം നോക്കാം. അപ്പോ ഇനി ഈ പറഞ്ഞ ആംഗിൾ ഡിഫറൻസ് എങ്ങനെ കാണാം? നമ്മൾ പറഞ്ഞല്ലോ കൃത്യമായ മണിക്കൂറുകളാണെങ്കിൽ അല്ലെ ഇൻറ്റു 30 ആണ്. അതല്ലാത്തതാണെങ്കിൽ ഒന്ന് ആലോചിക്കുക. അപ്പോ 2 മണി എന്ന് 3 മണിയിലേക്ക്, 2 മണി ടു 3 മണി, 2 മണി 3 മണി ആകുന്ന സമയത്ത് ചെറിയ സൂചി എത്ര ഡിഗ്രി സഞ്ചരിച്ചിട്ടുണ്ടാവും? 2ലുള്ള സൂചി 3ലേക്ക് എത്തി അല്ലെ. അതായത് 2 മണി 3 മണി ആകുമെന്ന് പറയുമ്പോൾ 2ൽ ഉണ്ടായിരുന്ന സൂചി എങ്ങോട്ട് മാറും? 3ലേക്ക് മാറും. ചെറിയ സൂചിയുടെ കാര്യം, മണിക്കൂർ സൂചിയുടെ കാര്യം. ചെറിയ സൂചിയാണ് മണിക്കൂർ സൂചി. അപ്പോ ഒരു മണിക്കൂറിൽ ഇത് ഇത്രയും ഡിഗ്രിയാണ് സഞ്ചരിക്കുന്നത് പറഞ്ഞാൽ 30 ഡിഗ്രി. ഒരു മണിക്കൂറിലെ ചെറിയ സൂചി സഞ്ചരിക്കുന്ന ഡിഗ്രി 30 ഡിഗ്രിയാണ്. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് അല്ലേ. അപ്പൊ 60 മിനിറ്റില് ചെറിയ സൂചി സഞ്ചരിക്കുന്നത് 30 ഡിഗ്രി. 60 മിനിറ്റില് 30 ഡിഗ്രി ആണെങ്കിൽ 30 ഡിഗ്രി മിനിറ്റിൽ എന്തായിരിക്കും? 15 ഡിഗ്രി. എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആണോ ആകുന്നത് അതിന്റെ പകുതി ഡിഗ്രി ആര് കവർ ചെയ്യും? ചെറിയ സൂചി കവർ ചെയ്യും. അതായത് മണിക്കൂർ സൂചി, ചെറിയ സൂചി ഒരു മണിക്കൂറിൽ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റിൽ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആയോ അതിന്റെ പകുതി ഡിഗ്രി സഞ്ചരിക്കും. ഇനി വലിയ സൂചി ഒരു മണിക്കൂറിൽ പറഞ്ഞാൽ 12 to 12. അപ്പൊ 2 മണി പറഞ്ഞാൽ ചെറുത് 2ലാകുമ്പോ 2 മണി പറയുമ്പോൾ ചെറുത് 2ലാകുമ്പോ വലുത് 12ലല്ലേ. എഗെയിൻ ഒരു മണിക്കൂർ പറഞ്ഞാൽ ഈ 12 ഇവിടെ തിരിച്ച് അങ്ങോട്ട് തന്നെ എത്തുക എന്ന് പറയുമ്പോൾ ഒരു സർക്കിൾ ആണ്. വലിയ സൂചി എപ്പോഴും ഒരു മണിക്കൂറിൽ എന്താ 360 ഡിഗ്രി കണക്കാക്കണ്ട. ചെറിയ സൂചിന്റെ കാര്യം നോക്കുക, എന്താ എത്ര മിനിറ്റ് ആയോ അതിന്റെ പകുതി ഡിഗ്രി മാറിയിട്ടുണ്ടാവും. ഇനി നോക്കാം സമയം 2:20 ആണെങ്കിൽ അല്ലെ, ഇതല്ലേ 2:20. നോക്കാം ചെറിയ സൂചിയും വലിയ സൂചിയും തമ്മിൽ എത്ര ഗ്യാപ്പ്? 1 യൂണിറ്റ് 2 യൂണിറ്റ്. ഓരോ യൂണിറ്റും 30 ഡിഗ്രി അല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോ 2 യൂണിറ്റ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 30 60. അപ്പൊ എത്ര ഡിഗ്രിയാ? 60. പക്ഷേ ചെറിയ സൂചി 2ലാണെങ്കിൽ മാത്രം ഈ പറഞ്ഞ 60 ഡിഗ്രി ആവുള്ളൂ. 2 മണിക്ക് കൃത്യം മാത്രമേ ചെറിയ സൂചി 2ലുള്ളൂ. പിന്നെ 2ലല്ല, 2ന്ന് മാറിയിട്ടുണ്ട്, നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളൂ.
3 മണി കറക്റ്റ് ആകുന്ന സമയത്ത് മാത്രമാണ് ചെറിയ സൂചി 3-ൽ, പിന്നെ അത് 3-ന്ന് മാറി. അപ്പോ 2:20 എന്ന് പറഞ്ഞാല് ചെറിയ സൂചി കറക്റ്റ് 2-ലല്ല, അതിന്റെ താഴെ. എത്ര താഴെ വന്നു അറിയോ? ഇവിടെ എത്ര മിനിറ്റ് ആയോ നമ്മൾ നേരത്തെ പറഞ്ഞു, എത്ര മിനിറ്റ് ആണ് അതിന്റെ പകുതി ഡിഗ്രി അത് താഴേക്കോ മുകളിലേക്കോ മാറും. അപ്പൊ 20 മിനിറ്റ് ആകുമ്പോൾ ഇത് എങ്ങോട്ട് താഴെ വന്നു? 10 ഡിഗ്രി താഴോട്ട് വന്നു. നോർമൽ 2 to 4 60 ഡിഗ്രി ആണ്. അതിൽ 20 മിനിറ്റ് പറയുമ്പോൾ 10 ഡിഗ്രി താഴോട്ട് വന്നു. അപ്പൊ 16 10 താഴ്ന്നാൽ എന്താ? 50 ഡിഗ്രി. ഇത് എങ്ങനെ ചെയ്യാന്നറിയോ? നോക്കാം. 2:20 20 മിനിറ്റ് 2 മണിക്കൂർ 20 മിനിറ്റ്. 20 മിനിറ്റ് എന്ന് പറയുന്നു പറഞ്ഞാല് ആ സൂചി ഏത് അക്കത്തിന്റെ മീതെ ഉണ്ടാവുക? 4-ലാണ് ഉണ്ടാവുക അല്ലെ? 20 എന്ന് പറഞ്ഞ 20 മിനിറ്റ് എന്ന് പറഞ്ഞാല് ആ സൂചി 4-ലെ, വലിയ സൂചി 4-ലല്ലേ കിടക്കുന്നുണ്ടാവുക. ഇനി നോക്കാം, 2ഉം 4ഉം തമ്മിൽ എത്ര യൂണിറ്റ് മാറ്റമുണ്ട്? 2 യൂണിറ്റ് അല്ലെ? 2 4 3 4 എന്ന് പറയുമ്പോൾ 1 യൂണിറ്റ് 30 ഡിഗ്രി. അപ്പൊ 2 യൂണിറ്റ് എന്താ? 60 ഡിഗ്രി. ഇനി ഈ 2 - 4 ചെയ്താൽ നമുക്ക് നെഗറ്റീവ് കിട്ടുമോ പോസിറ്റീവ് കിട്ടുമോ? 2 - 4 നെഗറ്റീവ് അല്ലേ? അപ്പൊ ആ നെഗറ്റീവ് വെച്ചു, മൈനസ് വെച്ചു. ഇനി എത്ര മിനിറ്റ് ആണോ അതിന്റെ പകുതി? 20ന്റെ പകുതി എന്താ? 10. 60 - 10 30 ഡിഗ്രി. നോക്കാം, ഒന്നുകൂടി നോക്കാം. ഇപ്പോ 5:35 അല്ലെ? 5 മണി 35 മിനിറ്റ് എന്ന് പറഞ്ഞാല് ചെറിയ സൂചി എന്തിലും ഉണ്ടാവുക? 5-ൽ തന്നെ ഉണ്ടാവുക അല്ലെ? 35 എന്ന് പറഞ്ഞാൽ 35 മിനിറ്റ് പറയുമ്പോൾ വലിയ സൂചി എന്തിലുണ്ടാവുക? 7-ല്. 5ഉം 7ഉം തമ്മിൽ എത്ര യൂണിറ്റ് മാറ്റമുണ്ട്? 2 യൂണിറ്റ് മാറ്റം. 1 യൂണിറ്റ് പറഞ്ഞാൽ 30 ഡിഗ്രി ആകുമ്പോൾ 2 യൂണിറ്റ് എന്താ? 60 ഡിഗ്രി. ഇനി 5 - 7 ചെയ്യുമ്പോൾ വാല്യൂ നെഗറ്റീവ് ആവോ പോസിറ്റീവ് ആവോ? 5 - 7 നെഗറ്റീവ് ആണ്. സോ നെഗറ്റീവ് വെച്ചു, മൈനസ് വെച്ചു. എത്ര ഡിഗ്രിയാ? 35 മിനിറ്റ് ആണെങ്കിൽ മിനിറ്റിന്റെ പകുതി ഡിഗ്രി അല്ലെ? മിനിറ്റിന്റെ പകുതി ഡിഗ്രി ആ വലിയ സൂചിയിൽ വരുന്ന മാറ്റം അല്ലെ? ചെറിയ സൂചിയിൽ വരുന്ന മാറ്റം എന്ന് പറയുമ്പോൾ 35 മിനിറ്റ് പറയുമ്പോൾ 35ന്റെ പകുതി എന്താ? 35 എന്ന് പറഞ്ഞാൽ 30ഉം 5ഉം ചേരുന്നതല്ലേ 35. അപ്പൊ 35ന്റെ പകുതി പറഞ്ഞാൽ 30ന്റെ പകുതിയും 5ന്റെ പകുതിയും ഇവിടെ ചേർത്തിയാ പോലെ. 30ന്റെ പകുതി 15, 5ന്റെ പകുതി 2.5, 15 2 17. സോ 60 - ഇതിന്റെ പകുതി 17 അല്ലെ? 60 - 17 എന്താ? 42.5 ഡിഗ്രി. ഒന്നുകൂടി നോക്കാം. ഇപ്പോ 3:25 അല്ലെ? 3:25 എന്ന് പറഞ്ഞാൽ ചെറിയ സൂചി ഏതിലുണ്ടാവുക? 3-ലാണ് ഉണ്ടാവുക അല്ലെ? 25 മിനിറ്റ് എന്ന് പറഞ്ഞാൽ വലിയ സൂചി ഏതിലുണ്ടാവുക? 5-ല്. നോക്കാം, 3 5 എത്ര യൂണിറ്റ് മാറ്റം? 2 യൂണിറ്റ് മാറ്റം. അപ്പൊ 2 30 60 ഡിഗ്രി അല്ലെ? 3 - 5 എന്താ? നെഗറ്റീവ്. 25ന്റെ പകുതിയോ? 12.5. 60 - 12.5 എന്താ? 47.5 ഡിഗ്രി. ഒന്നുകൂടി നോക്കാം. ഇപ്പോ 7:15 7:15 അപ്പൊ ചെറിയ സൂചി ഏതിലുണ്ടാവുക? 7-ൽ അല്ലെ? വലിയ സൂചിയോ? 15 മിനിറ്റ് പറയുമ്പോൾ വലിയ സൂചി ഏതിലാ? 3-ലുണ്ടാവുക അല്ലെ? 7:15 പറയുമ്പോ ചെറിയ സൂചി 7-ല്, വലിയ സൂചി 3-ലല്ല ഉണ്ടാവുക. 7ഉം 3ഉം എത്ര യൂണിറ്റ് മാറ്റമുണ്ട്? 3 കഴിഞ്ഞാൽ 7-ലേക്ക് 4 5 6 7 അല്ലെങ്കിൽ 7 - 3 എന്താ? 4 യൂണിറ്റ് അല്ലെ? 1 യൂണിറ്റ് 30 ഡിഗ്രി അല്ലേ? അപ്പൊ 4 യൂണിറ്റ് എന്താ? 4 30 120. ഇനി നോക്കാം, 7 - 3 അത് ചെയ്യുമ്പോൾ വാല്യൂ പോസിറ്റീവ് അല്ലേ? അപ്പൊ പോസിറ്റീവ് പ്ലസ് വെച്ചു. 15ന്റെ പകുതി എന്താ? 7.5. 120 + 7.5 127 ഡിഗ്രി. ക്ലിയർ ആണ്? ഈ കിട്ടുന്ന വാല്യൂ അഥവാ 180 ഡിഗ്രിയുടെ മീതെ പോയാൽ, മുകളിൽ ചെന്നാൽ, നേരത്തെ പറഞ്ഞതുപോലെ 180യുടെ മുകളിലാണെങ്കിൽ എന്ത് വേണം? അതിന് കോംപ്ലിമെന്റഡ് ആണ് എടുക്കാൻ. എന്ന് വെച്ചാൽ ഇപ്പൊ 182.5 എന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ അതിന് മറുകോൺ കോംപ്ലിമെന്ററി ആംഗിൾ എന്താ? 360 - 182.5 എന്താ? 177.5 ഡിഗ്രി. ഒന്ന് പരിശോധിക്കാം. ഫോർ എക്സാമ്പിൾ, സമയം ഇപ്പോ ഉദാഹരണം 2:45 അല്ലെ? 2:45 എന്ന് പറഞ്ഞാല് ചെറിയ സൂചി ഏത് നമ്പറിലാണ് ഉണ്ടാവുക? 2-ൽ. വലിയ സൂചിയോ? 45 പറയുമ്പോ 9 അല്ലെ? 2ഉം 9ഉം എത്ര യൂണിറ്റ് മാറ്റാം? 7 യൂണിറ്റ് മാറ്റാം. 2 - 9ലേക്ക് 7 യൂണിറ്റ് എന്ന് പറയുമ്പോ 7 30 210 ഡിഗ്രി. ഇനി 2 - 9 ചെയ്താൽ നെഗറ്റീവ് ആവോ പോസിറ്റീവ് ആവോ? തീർച്ചയായിട്ടും നെഗറ്റീവ് ആ.
ഇനി 45ന്റെ പകുതി 22.5. 40ന്റെ പകുതി 20, 5ന്റെ 2.5, 20 2.5 22.5. 210 22.5 പോയാൽ എന്താ അല്ലെ? 210 20 പോയാൽ 190, 2.5 പോയാൽ 187.5. അഗൈൻ ആൻസർ എന്താ? ഗ്രേറ്റർ ദാൻ 180 ആണ്. സോ തീർച്ചയായിട്ടും ഇതിൽ ചെറിയ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ കോംപ്ലിമെന്റ് ആയിട്ട് കിടക്കുന്ന, ഇതിന്റെ മറുകോണായിട്ട് കിടക്കുന്നതായിരിക്കും. എന്ന് പറഞ്ഞാൽ 370 നിന്ന് 187.5 കുറച്ചാൽ അല്ലെ എന്താ കിട്ടുക? 172.5 ഡിഗ്രിയാണ് അതിന്റെ യഥാർത്ഥ ആംഗിൾ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നും അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുവാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. താങ്ക് യു.